കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ടതിനെ CPM ചുമ്മാതല്ല എതിർക്കുന്നത്. CBI വന്ന് നേരെറിഞ്ഞാൽ അത് പല CPM നേതാക്കളെയും കുരുക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്നത്. CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MP ജയരാജനും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ഇന്നലത്തെ മന്ത്രിസഭായോഗമാണ് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ CBIയോട് ശുപാർശ ചെയ്തത്. വൈകാതെ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിലേക്ക് കടക്കും. പ്രത്യേക സംഘം പല നിർണായക കാര്യങ്ങളും ഈ കേസിൽ അന്വേഷിച്ചിട്ടില്ല. അത് വെറും യാദൃശ്ചികമല്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്ന ഒരു കാര്യം. ADM കൈക്കൂലിക്കാരനാണെന്ന് വരുത്താൻ അദ്ദേഹത്തിന്റെ മരണശേഷം കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന ആരോപണം അന്വേഷിക്കുമോ എന്ന വലിയ ഭയം CPMനുണ്ട്. നവീൻ ബാബു തന്നിൽ നിന്ന് 98,500 രൂപ കൈക്കൂലി വാങ്ങിയതായി പെട്രോൾ പമ്പ് സംരംഭകൻ പ്രശാന്ത് അന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറയുന്ന പരാതിയിലും ദുരൂഹതയുണ്ട്. കാരണം ADMന്റെ മരണശേഷം മുൻതീയതി വെച്ച് വ്യാജമായി തയ്യാറാക്കിയ പരാതിയാണ് ഇതെന്ന സംശയമാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഉയർത്തുന്നത്. ഗൂഢാലോചനയിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാൻ ഇടപെടൽ നടന്നെന്നും സംശയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് തന്റെ ബന്ധു തയ്യാറാക്കിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനാണ് കൈമാറിയതെന്ന് പ്രശാന്ത് മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പരാതിയിലെ പ്രശാന്തന്റെ ഒപ്പും പെട്രോൾ പമ്പിനെ സ്ഥലം പാട്ടത്തിനെടുത്തപ്പോൾ തയ്യാറാക്കിയ കരാറിലെ ഒപ്പും വ്യത്യസ്തമാണെന്ന് അന്നേ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പരാതിയിലെ അന്വേഷണം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനിലേക്കും പാർട്ടി ആസ്ഥാനത്തേക്കും എത്താതിരിക്കാനാണ് SIT ഈ വിഷയം അന്വേഷിക്കാതിരുന്നതെന്ന് സംശയിക്കുന്നു. കേസിലെ ഏകപ്രതിയായ PP ദീപയ്ക്കപ്പുറത്തേക്ക് അന്വേഷണം നീളാതിരിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. ഇനിയും ദുരൂഹമായി തുടരുന്ന ചില ചോദ്യങ്ങളുണ്ട്. കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിൽ നിർണായക സ്ഥാനം വഹിച്ച അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ വിരമിച്ചതിന് തൊട്ടു പിന്നാലെ CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി. രത്നകുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ CPMന്റെ നഗരസഭാ കൗൺസിലറാണ്. ADMന് കൈക്കൂലി നൽകാൻ സ്വർണം പണയം വെച്ചാണ് പണം കണ്ടെത്തിയതെന്ന് പരാതിക്കാരനെ പ്രശാന്ത് പറയുന്നത്. ഇങ്ങനെയുള്ള സംരംഭകന് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ശേഷിയുണ്ടോ, അതോ ഇയാൾ ആരുടെയെങ്കിലും ബെനാമിയാണോ? അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വഴികളിലേക്ക് CBI അന്വേഷണം നീങ്ങുമ്പോൾ പല CPM നേതാക്കളും ഒളിവിൽ പോകുമെന്നാണ് സൂചന.